നമ്മളെല്ലാ വിശുദ്ധ കുർബാനയും ഈ പെസഹായെ ഓർത്തുകൊണ്ടാണ് അന്ന് ആ പെസഹ തിരുനാളിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുക. അതായത് പെസഹ തിരുനാള് നമ്മുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും അടിസ്ഥാനമായി ആഴമേറിയ ദൈവാനുഭവത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ദിനമാണ് എന്ന്. ഈ പെസഹ തിരുനാളിൽ കർത്താവ് പ്രവർത്തിച്ച കാര്യങ്ങളാണ് ക്രിസ്തീയതയുടെ ആഴവും അടിസ്ഥാനവും നിശ്ചയിക്കുന്നത് എന്നും നമ്മൾ നിരന്തരം അനുസ്മരിക്കുന്ന സത്യമാണ്. പ്രിയപ്പെട്ടവരെ, പെസഹ തിരുനാളിന് ഇംഗ്ലീഷിൽ ഈ ദിവസത്തിന് പറയുന്നത് മോണ്ടി തേഴ്സ്ഡേ എന്നാണ്. മോണ്ടി തേഴ്സ്ഡേ എന്ന് പറഞ്ഞാൽ അത് ഉടമ്പടിയുടെ വ്യാഴം എന്ന്. വാസ്തവത്തിൽ 3 ഉടമ്പടികൾ കർത്താവ് ഈ ദിനത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഉടമ്പടികൾ വാസ്തവത്തിൽ 3 വൈരുദ്ധ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ പ്രകാശനം ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ട അല്ലെങ്കിൽ മാറ്റേണ്ട മനോഭാവങ്ങളാണ് ഈ 3 ഉടമ്പടികളിലൂടെ കർത്താവ് വ്യക്തമാക്കുന്നത്. ഒന്നാമത്തെ ഉടമ്പടി കർത്താവ്, ഒന്നാമത്തെ വൈരുദ്ധ്യം തിരുത്താൻ അവിടുന്ന് ആവശ്യപ്പെടുന്നത് അഹന്തയെ എളിമ കൊണ്ട് നേരിടാൻ. ശിഷ്യര് അഹന്തയുടെ ആൾരൂപങ്ങളായി. നമ്മൾ മനുഷ്യരെപ്പോഴും അങ്ങനെയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടേതായ കുറേ അഹങ്കാരവുമായിട്ടാണ് നമ്മൾ ജീവിക്കുക. എളിമയുണ്ടെന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മുടെ എളിമ വെറുതെ അഭിനയം മാത്രമാണ്. നമ്മുടെ സത്തയോടടുക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു നാം എല്ലാവരും വലിയ അഹന്തയുടെ കൊടുമുടിയുടെ ആണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയും. നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളും നമ്മുടെ അന്തസത്തയെ തൊടാത്ത കാര്യങ്ങളും നമ്മുടെ ഈഗോയെ സ്പർശിക്കാത്ത വിഷയങ്ങളിലും ഒക്കെയും എളിമ അഭിനയിക്കാൻ വളരെ എളുപ്പമാണ്. അതേസമയം കാര്യമുള്ള കാര്യം വരുമ്പോൾ നാം എല്ലാവരും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അഹന്തയെ ഉണർത്തിയെടുക്കുകയും അതിനുവേണ്ടി പോരാടുകയും അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു പരമമായ വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അഹന്ത, ശിഷ്യരുടെ അഹന്തയാണ് കർത്താവിനെ കാല് കഴുകാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് സുവിശേഷം ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും എളിയവനായ ശിഷ്യന്റെ ഉത്തരവാദിത്വമാണ് യഹൂദ പാരമ്പര്യം അനുസരിച്ച് റബ്ബിയുടെ കാല് കഴുകുക. ശിഷ്യന്മാര് 12 എണ്ണം എത്രമേൽ ചൂഴ്ന്ന് അന്വേഷിച്ചിട്ടും ഗവേഷണം നടത്തിയിട്ടും തങ്ങളിൽ ചെറിയവൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞില്ല. അതേസമയം തങ്ങൾ ഓരോരുത്തരും വലിയവരാണ് എന്ന് കണ്ടുപിടിക്കാൻ, മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠരാണ് എന്ന് കണ്ടുപിടിക്കാൻ, മറ്റുള്ളവരെ തങ്ങളെക്കാളും ചെറുതായി കരുതുവാൻ അവർക്ക് 1000 കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പ്രിയപ്പെട്ടവരെ, ഇതിനെയാണ് അഹന്ത എന്ന്. അഹന്ത എന്ന് പറയുന്നത് ഞാൻ മറ്റുള്ളവരെക്കാളും വലിയവനാണ് എന്നും മറ്റുള്ളവർ എന്നെക്കാളും നിസ്സാരരും ദുർബലരും വിമർശിക്കപ്പെടേണ്ടതും അധിക്ഷേപിക്കപ്പെടേണ്ടവരുമാണ് എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ സത്യമായും നമ്മൾ അഹന്തയുടെ പിടിയിലാണ് എന്ന് തിരിച്ചറിയും. ഈ അഹന്തയ മൂലം അവർക്ക് ആർക്കും ഈശോയുടെ പാദം കഴുകാൻ പറ്റിയില്ല. സെഹിയോൻ ശാലയുടെ വാതിൽപ്പടിയിൽ വലിയ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിരുന്നു. ഗുരുവിൻ്റെ പാദം കഴുകാൻ നിയോഗമുള്ളവൻ അതെടുത്ത് ആദ്യം ഗുരുവിൻ്റെ കാല് കഴുകും. അതിനുശേഷം ശിഷ്യന്മാർ ഓരോരുത്തരും കാല് കഴുകി അകത്ത് കയറും. പുറത്ത് നടന്നേച്ചിട്ട് അവർ ഓടി വന്ന് അകത്ത് കയറാൻ പാടില്ല. യഹൂദരുടെ പെസഹ അവർക്ക് അത്രമേൽ പരിപാവനമായതുകൊണ്ട് അത് കാലും കൈയും കഴുകാതെ അവര് ഭക്ഷിക്കാൻ പാടില്ലാത്ത കാര്യം. പക്ഷേ സെഹിയോൻ ശാലയുടെ അരികിലെത്തിയപ്പോഴത്തേക്കും വലിയ തിക്കും തിരക്കുമാണ്. എല്ലാവരും ഓടി അകത്ത് കയറും. കാരണം അവസാനമെങ്ങാനും നിന്ന് പോയാൽ ഈശോയുടെ കാല് കഴുകണമായതുകൊണ്ട് 12 എണ്ണം തിക്കി ഞെരുങ്ങി ഒറ്റ കുതിപ്പിന് അകത്തേക്ക് കയറിപ്പോയി. ഈശോ നോക്കുമ്പോൾ കിണ്ടിയും മൊന്തയും മാത്രം അവിടെ ഇരിപ്പുണ്ട്. അവിടുന്ന് അകത്തേക്ക് കയറിപ്പോയി.
ഈശോ അവിടെ ചെന്ന് ഈ ശിഷ്യരുടെ അഹന്തയെ തിരുത്തുവാൻ അവരുടെ പാദങ്ങൾ കഴുകി എന്ന് വചനം സാക്ഷ്യപ്പെടുത്തി. അവൻ മേലങ്കി ഊരി ഇരിപ്പിടത്തിലേക്ക് വെച്ചു. അതിനുശേഷം ഒരു കച്ചയെടുത്ത് ചുറ്റി വാതിൽക്കൽ പോയി വെച്ചിരുന്ന കിണ്ടിയും മൊന്തയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവരുടെ പാദം കഴുകി തുടച്ച് ചുംബിക്കാൻ തുടങ്ങി. അതോടെ രംഗം ആകെ മാറുകയാണ്. ശിഷ്യന്മാർക്ക് തങ്ങൾ ചെയ്ത തെറ്റ് മനസ്സിലായി. അവർ ഗുരുവിന്റെ പാദം കഴുകാൻ 100 വട്ടം ഇപ്പോൾ സന്നദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, അഹന്തയെ എളിമ കൊണ്ടല്ലാതെ നേരിടരുത്. ഇതാണ് കർത്താവിന്റെ ഒന്നാമത്തെ ഉടമ്പടി എന്ന് പറയും. അഹന്തയെ അഹന്ത കൊണ്ട് നേരിടുമ്പോൾ നാം എപ്പോഴും കലഹവും ഭിന്നതയും മാത്സര്യവും വിതയ്ക്കുന്ന മനുഷ്യരായിത്തീരും. അത് കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, ഇടവകയിലാകട്ടെ, അത് വസ്തുതയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയും. എന്തുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർ കലഹിക്കുന്നത് എന്ന് കുടുംബജീവിതക്കാരോട് ചോദിച്ചു നോക്കും. പണ്ടൊക്കെ കലഹം കുറവായിരുന്നു. കാരണം ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കാൻ ഭാര്യ സന്നദ്ധമാകുക. ഇന്ന് ഭാര്യ നോക്കുമ്പോൾ അങ്ങനെ വിധേയപ്പെടേണ്ട കാര്യം എന്താ? അതിയാനെപ്പോലെ ഞാനും ഇവിടെ അധ്വാനിക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം വീടിന് വേണ്ടി സമ്പാദിക്കുന്നതിനേക്കാളും കൂടുതൽ ശമ്പളമായി സമ്പാദിക്കുന്നവളാണ് ഞാൻ. പിന്നെന്തിനാണ് ഇയാളുടെ കീഴിൽ നിൽക്കേണ്ട കാര്യം എനിക്കുണ്ട്? തീർച്ചയായും തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന ആ ശിഷ്യരുടെ തർക്കം നമ്മുടെ കുടുംബങ്ങളെ അസ്വസ്ഥമാക്കുന്നു, നമ്മുടെ ഇടവകളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. തങ്ങളിൽ വലിയവരാരാണ് എന്നുള്ള തർക്കം. ഇടവകയിലെ ഏത് ഭിന്നതയെ കുറിച്ച് നോക്കിക്കോ. ഏതെങ്കിലും കുടുംബക്കാർ തമ്മിലോ ഏതെങ്കിലും വ്യക്തികൾ തമ്മിലോ ഉള്ള കിടമത്സരം ഇടവകയുടെ ഭിന്നതയായി സാവകാശം പരിണമിക്കും. അതുപോലെ വികാരിച്ചനും ദൈവജനവും ഒരുപോലെ എളിമയില്ലാത്തവരാകുമ്പോൾ ഭിന്നത ശക്തിപ്പെടുന്നത് കാണും. കൂടുതലും സിസ്റ്റേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാ ഭിന്നത ഉണ്ടാകുന്നത് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ദൈവം നിയോഗിച്ച മേലധികാരികളെ അനുസരിക്കാൻ മടി കാണിക്കുമ്പോൾ എന്തു വകയിലാണ് ഇവരൊക്കെ എൻ്റെ മേലധികാരിയാകുന്നത്? വിവരം കൊണ്ടും കാര്യപ്രാപ്തി കൊണ്ടും സംഘാടക വൈഭവം കൊണ്ടും ഇവരൊന്നും എൻ്റെ ഏഴയ ലോകത്ത് വരില്ല എന്ന് ഏതെങ്കിലും സിസ്റ്ററിന്റെ വിദൂര ഭാവനയിൽ ചിന്ത ഉണരുമ്പോഴാണ് ഇടവകയിൽ അല്ലെങ്കിൽ സന്യാസ ഭവനങ്ങളിൽ കലാപം ഉണ്ടാകും. ദൈവം സഹായിച്ച് നമ്മുടെ രൂപതയിലെ ഒരു സന്യാസ ഭവനത്തിലും കലാപങ്ങളില്ല എന്നുള്ളതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയും. ഇതിലും കൂടുതൽ നിങ്ങളെ പുകഴ്ത്താൻ എനിക്ക് വാക്കുകളില്ലാത്തതുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ. പ്രിയപ്പെട്ടവരെ, ഈ അഹന്തയെ എളിമ കൊണ്ട് നേരിടണം. അതാണ് ഈശോ മിശിഹ ഇവിടെ ഈ പെസഹ തിരുനാളിൽ നമ്മോട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ഉടമ്പടി എന്ന് പറയും. രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് ഈ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ ആ വിവരണം തുടങ്ങുന്ന വാചകം എന്നെ വല്ലാതെ സ്പർശിക്കുന്ന, താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ തൻ്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. അതായത് ഒറ്റിക്കൊടുക്കുന്ന ശിഷ്യന് കർത്താവിന്റെ മറുപടി എന്ന് പറയുന്നത് സ്വയം മുറിച്ച് വിളമ്പുകയാണ്. നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്റെ കാലുവാരാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. ഇതാ ഞാൻ എന്നെ തന്നെ സമ്പൂർണമായും നിനക്ക് സമർപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തങ്ങളെ വളർത്തിയ, തങ്ങളെ സ്നേഹിച്ച പ്രസ്ഥാനങ്ങളെ ഒറ്റിക്കൊടുക്കാൻ ആളുകൾ വ്യഗ്രതപ്പെടുന്ന ഒരു കാലമാണ്. ഈ ഇലക്ഷൻ കാലത്ത് കൂറുമാറി മറുകണ്ഠം ചാടുന്ന രാഷ്ട്രീയ നേതാക്കളുടെ എണ്ണം ഓരോ ദിനവും വർദ്ധിച്ചു വരുന്നത് കൊണ്ട് ഇപ്പോഴത് വാർത്തയെ അല്ലാതെ, ആദ്യമൊക്കെ ഇന്ന മഹാന്മാരും മഹതികളും മറുകണ്ഠം ചാടി എന്ന് പറയുമ്പോൾ നമ്മൾ അയ്യോ എന്ന് വെക്കുമായിരുന്നു. ഇന്ന് നമ്മൾ അയ്യേ എന്നവരെ കുറിച്ച് വയ്ക്കാൻ കാരണം എന്ന് പറയുന്നത് 30 വെള്ളിക്കാശാണ് യൂദാസിനെ പ്രേരിപ്പിച്ചത് എങ്കിൽ ഇന്ന് ഇപ്രകാരം ഒറ്റൽ നടത്തുന്നവർക്ക് 30 വെള്ളിക്കാശിന്റെ തുകയുടെ വർധനവ് സംഭവിച്ചിട്ടുണ്ടെന്നല്ലാതെ തന്നിലെ
നന്മയെ ഊതിക്കെടുത്താനും തന്നിലെ ദ്രവ്യാഗ്രഹത്തെ ജ്വലിപ്പിക്കാനും തനിക്ക് ഗുണകരമായ സ്വാർത്ഥതയുടെ പക്ഷത്ത് നിലയുറപ്പിക്കാനും പ്രേരണയുണ്ടാകുന്ന എല്ലാ മനുഷ്യരുടെയും പ്രതിനിധിയാണ് വാസ്തവത്തിൽ യൂദാസ് എന്ന് നമ്മൾ മനസ്സിലാക്കി. സഭയിലും ഇത്തരം യൂദാസുമാരുണ്ട്. അവർ സോഷ്യൽ മീഡിയകളിലാണ് കൂടുതൽ സജീവമാകുന്നത്. അവർ സഭയെ സ്നേഹിക്കുന്നു എന്ന പേരിലാണ് ഈ കണ്ട പ്രചാരണങ്ങളും ബഹളങ്ങളും മുഴുവനും നടക്കുന്നത്. പക്ഷേ സത്യം സത്യമായി നിങ്ങൾ തിരിച്ചറിയണം. ഇപ്രകാരം തിരുസഭയെ ഒറ്റിക്കൊടുക്കുന്നവൻ സ്നേഹിക്കുന്നത് അവനെ മാത്രമാണ്, അവന്റെ നിക്ഷിപ്ത താല്പര്യങ്ങളെ മാത്രമാണ്, അവന്റെ നിലപാടുകളെ മാത്രമാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ തിരുസഭയെയും സഭയുടെ നേതൃത്വത്തെയും അധിക്ഷേപിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, അവരുടെ ആത്മാവ് പരിശുദ്ധാത്മാവല്ല, അശുദ്ധാത്മാവ് ബാധിച്ച യൂദാസാണ് എന്ന സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. തിരുസഭയെ കുറ്റം പറയുന്നവന്റെ ആത്മാവ് ശരിക്കും യൂദാസിനെ ബാധിച്ച ദുഷ്ടാത്മാവാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ യൂദാസിന്റെ മനസ്സ് നമ്മെ പലപ്പോഴും വഴിതെറ്റിക്കുന്ന ഒരു മനസ്സാണ്. ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി, നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി നാം വളർന്ന സാഹചര്യങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന മക്കളുണ്ട്. പ്രായമായ മാതാപിതാക്കളെ ആര് സംരക്ഷിക്കുമെന്നറിയാതെ മക്കൾ തമ്മിൽ കലഹിക്കുകയും ഇത്രയും കാലം ഞാൻ നോക്കിയില്ല, ഇനി വേണം നീ കൊണ്ടുപോയി നോക്ക് എന്ന് പറഞ്ഞ് മക്കൾ തമ്മിൽ മാതാപിതാക്കളുടെ പേരിൽ കലഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് യൂദാസിന്റെ മനസ്സാണ്. കാരണം മൂല്യമുള്ളത് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ മൂല്യമുള്ളത് കർത്താവിനാണ് എന്നും അവിടുത്തെ സഭയ്ക്കാണ് എന്നുമുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ താൽക്കാലികമായ കയ്യടിയും നേട്ടവും കിട്ടാൻ വേണ്ടി വിശുദ്ധായെ തള്ളിപ്പറയുന്ന ഒരു സ്വഭാവം പ്രിയപ്പെട്ടവരെ, അത് യൂദാസിന്റെ മനസ്സുള്ളവർക്ക് സഹജമായ സ്വഭാവമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇപ്രകാരമുള്ള ഈ ഒറ്റൽ പ്രക്രിയയ്ക്ക് കർത്താവ് നൽകുന്ന മറുപടി എന്താണ്? സമ്പൂർണമായും നമ്മെ തന്നെ മുറിച്ച് വിളമ്പി നൽകുകയാണ്. ഇത് വാങ്ങി ഭക്ഷിക്കുകയും ഇത് വാങ്ങി പാനം ചെയ്യുകയും. പരിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ കൂദാശയാകുന്നത് ഈ വെറുപ്പിന്റെയും വൈരാഗ്യത്തിന്റെയും ഒറ്റിക്കൊടുക്കലിന്റെയും തള്ളിപ്പറയലിന്റെയും മുമ്പിൽ കർത്താവ് സമ്പൂർണമായി നമുക്ക് തന്നെ സംലഭ്യമാക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, വെറുപ്പിനെയും ചതിയെയും നേരിടേണ്ടത്. കൂട്ടത്തിൽ നിൽക്കുന്നവൻ കുതികാല് വെട്ടുമ്പോൾ അവനെ എങ്ങനെ മറിച്ചിടാം, അവനെ എങ്ങനെ നിർവീര്യമാക്കാം എന്നുള്ള വ്യഗ്രതയല്ല, മറിച്ച് ദൈവമാണ് സർവസ്വവും എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് സർവസ്വവും എന്ന് തിരിച്ചറിയാൻ കഴിയുന്നവന്റെ പേരാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. എല്ലാ തിന്മകളെയും കാരുണ്യം കൊണ്ട് കീഴടക്കാൻ പറ്റുമെന്ന കർത്താവിന്റെ സനാതനമായ ഉടമ്പടിയാണ് പരിശുദ്ധ കുർബാന. ഈ പെസഹ തിരുനാളിൽ കർത്താവ് നമ്മോട് ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ഉടമ്പടി സ്നേഹത്തിന്റെ കൂദാശയായ ഈ പരിശുദ്ധ കുർബാനയാണ്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ളതിൻ്റെ സനാതനമായ സാക്ഷ്യമാണ് നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ കുർബാന എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തെ ഉടമ്പടി അവിടുന്ന് ഏർപ്പെടുന്നത് ശിഷ്യരുമായിട്ടാണ്. നിങ്ങൾ അഹങ്കാരികളാണ്, പതറിപ്പോകുന്ന മനുഷ്യരാണ്, ദുർബലചിത്തരാണ്. പക്ഷേ ഞാൻ നിങ്ങളുമായി നിത്യമായ പൗരോഹിത്യത്തിന്റെ ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ശിഷ്യരുടെ ബലഹീനതകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് പൗരോഹിത്യം സ്ഥാപിച്ചത് എന്ന സത്യം നിങ്ങൾ വിസ്മരിക്കരുത്. ശ്ലീഹ പറയുന്നുണ്ട്, മൺപാത്രങ്ങളിലാണ് ഈ നിധി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. സത്യമായും
പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ നിധിയെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അത് നൽകപ്പെട്ട മൺപാത്രങ്ങളെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ആ മൺപാത്രങ്ങളുടെ ദൗർബല്യം അറിഞ്ഞവൻ കർത്താവ് മാത്രമാണ്. ആ ദൗർബല്യം അറിയാത്തവര് ദൈവജനമുണ്ട്, അറിയാത്തവര് സമർപ്പിതരുണ്ട്, അറിയാത്തവര് വൈദികരുണ്ട്. കാരണം തങ്ങൾ വെറും മൺപാത്രങ്ങൾ മാത്രമാണ് എന്ന തിരിച്ചറിവ് ഇല്ലാതെ പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് പൗരോഹിത്യത്തെ മനസ്സിലാക്കാൻ വൈദികർക്ക് തന്നെ കഴിയാറില്ല, സമർപ്പിതർക്ക് കഴിയാറില്ല, അതുപോലെ ദൈവജനത്തിനും കഴിയാറില്ല. പക്ഷേ പൗരോഹിത്യത്തെ അതിൻ്റെ സമ്പൂർണതയിൽ മനസ്സിലാക്കിയ നിത്യപുരോഹിതൻ എന്തുകൊണ്ട് ഇങ്ങനെ ദുർബലരായ മനുഷ്യരുടെ കരങ്ങളിൽ ഇത്ര അമൂല്യമായ നിക്ഷേപം നൽകി എന്ന് ചോദിച്ചാൽ, അത് കർത്താവ് അവരിലൂടെ പ്രവർത്തിക്കുന്ന സത്യമാണ് പൗരോഹിത്യം എന്നുള്ളത് കൊണ്ട്. മൺപാത്രത്തിൻ്റെ സാമർഥ്യത്തിൽ ആശ്രയിച്ചല്ല കർത്താവ് പൗരോഹിത്യം സ്ഥാപിച്ചത്, മറിച്ച് അവിടുന്ന് പൗരോഹിത്യം സ്ഥാപിച്ചത് ദൈവീക സ്വഭാവത്തിൻ്റെ സമ്പൂർണതയായ തൻ്റെ നിത്യ പൗരോഹിത്യം അവരിലൂടെ തനിക്ക് പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന കർത്താവിൻ്റെ ആത്മവിശ്വാസമാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മൺപാത്രങ്ങളെ കല്ലെറിഞ്ഞും മൺപാത്രങ്ങളുടെ ദൗർബല്യത്തെ വർണ്ണിച്ചും അമിതമായി ആവേശം കൊള്ളുന്നതിൽ അർത്ഥമില്ല. അത് എല്ലാ പുരോഹിതർക്കും അറിയാവുന്ന സത്യമാണ്. ഞങ്ങൾ വെറും ദുർബലരായ മനുഷ്യരാണ്. മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. മണ്ണിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. വിശിഷ്യ കളിമണ്ണിന്റെ പ്രത്യേകത അറിയാം. ഒരല്പം വെള്ളം വീണാൽ അതാകെ കുഴഞ്ഞ് ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവമുള്ളത്. അതാണ് ഈ കളിമണ്ണിന്റെ സ്വഭാവം. മിശിഹാ തമ്പുരാൻ നമ്മെ മെനഞ്ഞത് അപ്രകാരമാണ് എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ പൗരോഹിത്യത്തിന്റെ സ്വാഭാവികമായ പരിമിതികളെക്കുറിച്ച്, ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ഓർമ്മപ്പെടുത്തലാണ്. ശിഷ്യര് അഹന്തയുടെ പേരിൽ മത്സരിച്ച് അന്ന് തന്നെയാണ് കർത്താവ് അവരുടെ കാല് കഴുകി വിശുദ്ധീകരിച്ച് പൗരോഹിത്യം നൽകിയത് എന്ന സത്യം ഓർക്കുക. പ്രിയപ്പെട്ടവരെ, വൈദികനെ വിശുദ്ധീകരിക്കാൻ കർത്താവ് നിരന്തരം അവനോടൊത്തുണ്ട് എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹവും പുണ്യവും എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. മൺപാത്രങ്ങളെ കല്ലെറിയുന്നതിലുള്ള അമിതാവേശം നമുക്ക് അവസാനിപ്പിക്കാം. മറിച്ച് അവനാകുന്ന നിധിയെ അവൻ ഈ മൺപാത്രത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന രഹസ്യത്തെ ധ്യാനിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ പട്ടം നൽകിയ പുരോഹിതൻ പ്രമുഖന്റെ പേര് ശമയോൻ പത്രോസ് എന്ന്. ഒരേ സമയം അവന് ശമയോനാണ്, അതേസമയം അവൻ പത്രോസാണ്. അതാണ് പൗരോഹിത്യം. ശമയോൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഇളകുന്നവൻ, പതറുന്നവൻ, തെന്നി വീഴുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ദുർബലനാണ്, നിസ്സാരനാണ്. അതേസമയം അവന്റെ പേര് പത്രോസ് എന്നുകൂടിയാണ്. പത്രോസ് എന്ന് പറഞ്ഞാൽ പാറ പോലെ ഉറപ്പുള്ളവനെന്നാണ്. ഒരേ സമയം ഈ രണ്ട് വൈരുദ്ധ്യങ്ങളെ കർത്താവ് സമന്വയിപ്പിക്കുന്ന അത്ഭുതമാണ് പൗരോഹിത്യം എന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങൾ മനസ്സിലാക്കണം. ഇളകുന്ന ശമയോനെ മാത്രം നോക്കി പൗരോഹിത്യത്തെ വിധിക്കാനും വിലയിരുത്താനും പോകുന്നവർക്ക് തെറ്റുപറ്റും എന്ന സത്യം ഹൃദയത്തിൽ സൂക്ഷിക്കാം. ദൈവം ഈ ഉടമ്പടിയുടെ വ്യാഴാഴ്ച നമ്മോട് ആവശ്യപ്പെടുന്ന ഈ ഉടമ്പടികൾ നമുക്കും ഹൃദയത്തിൽ കർത്താവുമായി ചെയ്യാൻ സന്നദ്ധമാകാം. പെസഹാവ്യാഴത്തിൻ്റെ എല്ലാ പുണ്യവും നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ